ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ഏണിയും പാമ്പും കളിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ കളിയുടെ യഥാർത്ഥ പേരെന്താണെന്നറിയൂ? മോക്ഷപടം. ആത്മാവിന് മോക്ഷം കിട്ടുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി സന്യാസിമാർ ഉപയോഗിച്ചിരുന്ന മോക്ഷപടം. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഏണിയും പാമ്പും കളിക്ക് പിന്നിലെ വിചിത്രമായ ഒരു പഴയ കഥയാണ്. 13-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലൊരു വിശ്വാസമുണ്ടായിരുന്നു. പുനർജന്മം പാപികൾക്കുള്ള ശിക്ഷയാണെന്നും മോക്ഷമാണ് പരമമായ ലക്ഷ്യമെന്നും. അതായത് പാപങ്ങൾ ചെയ്യുന്നവരുടെ ആത്മാവ് മോക്ഷം കിട്ടാതെ വീണ്ടും ഭൂമിയിൽ തന്നെ പുനർജനിക്കും. ഇതായിരുന്നു ആ വിശ്വാസം. അങ്ങനെ ആത്മാവിന് മോക്ഷം ലഭിക്കുമോ ഇല്ലയോ എന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ജ്ഞാനദേവ് എന്നൊരു സന്യാസി ഒരു മാർഗം കണ്ടെത്തി. മോക്ഷപടം. നമ്മുടെ ഇന്നത്തെ ഏണിയും പാമ്പും കളിയുടെ ആദ്യ രൂപം. പക്ഷെ അന്ന് അവർക്കിത് വെറുമൊരു കളിയായിരുന്നില്ല, മരണാനന്തര ജീവിതത്തിൻ്റെ ഒരു ഭൂപടമായിരുന്നു. മോക്ഷപടത്തിലെ ഓരോ ഏണിയും പുണ്യപ്രവർത്തികളെ സൂചിപ്പിക്കുന്നു. സത്യം, ധർമ്മം, വിശ്വാസം എന്നിങ്ങനെ. അതിലെ പാമ്പുകൾ മനുഷ്യൻ്റെ പാപങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ കരുക്കൾ ഓരോ ഏണിയും കയറി മോക്ഷപടത്തിൻ്റെ അവസാന കളത്തിലേക്കെത്തിയാൽ ആത്മാവിന് മോക്ഷം ലഭിക്കും. മറിച്ച് പാമ്പിൻ്റെ വായിലകപ്പെട്ടാൽ മുകളിലേക്കെത്താൻ കഴിയാതെ ആത്മാവ് വീണ്ടും ഭൂമിയിൽ തന്നെ പുനർജനിക്കും. ഇതായിരുന്നു അവരുടെ ആ വിശ്വാസം. പക്ഷേ കാലം മാറിയപ്പോൾ കഥയും മാറി. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷുകാർക്കൊപ്പം കടൽ കടന്ന് മോക്ഷപടം ഇംഗ്ലണ്ടിലുമെത്തി. പക്ഷെ അവർ കൊണ്ടുപോയത് ആ കളി മാത്രമാണ്. അതിൻ്റെ പിന്നിലെ കെട്ടുകഥകളും മിത്തുകളും അവർ കൂടെ കൂട്ടിയില്ല. അങ്ങനെ ഈ മോക്ഷപടം ഇംഗ്ലണ്ടൊക്കെ കറങ്ങി തിരിച്ചെത്തിയപ്പോഴേക്കും നമ്മുടെ ഇന്നത്തെ സ്നേക്ക് ആൻഡ് ലാഡർ ഗെയിമായി മാറി. ഒരു പക്ഷേ ബ്രിട്ടീഷുകാർ അന്നങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കുട്ടികളേറെ ഇഷ്ടപ്പെടുന്ന ഈ കളി ഓജോ ബോർഡും ജ്യോത്സ്യന്മാരുടെ കവടിപ്പലകയും ഒക്കെ പോലെ വെറുമൊരു അന്ധവിശ്വാസ പലകയായി പോയേനെ.